നമ്മൾ ആര് ഗർഭിണി നിങ്ങൾ ഇങ്ങനെ നടന്ന് വിഷമിച്ച് കിടന്ന് അലയായി? അതായത് പ്രസവവാട്ടിന്റെ ഭാഗത്ത് നിൽക്കുകയല്ലേ ഇത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാമോ? ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. നമുക്ക് എന്ത് സ്വാതന്ത്ര്യം നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മുടെ നാടിന്റെ മുത്ത് എന്റെ പൊന്ന് മന്ദാകിനി വരും. അവനോട് ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിനാണ് തുറന്നു പറയും. ഇങ്ങനെ ദൈവത്തെ തുറന്നു പറയും ഞാൻ. എന്ത് മന്ദാകിനിയോട് എനിക്കിഷ്ടം. പിന്നെ നിങ്ങളെ ഭാര്യ ഉഷ ചേച്ചി അറിയല്ലേ, നിങ്ങളെ മന്ദാകിനി അടിച്ച് തെറ്റിക്കോ. ഇവിടെ ഞാനൊരു മെഗാഷോയുടെ അനൗൺസ്മെന്റ് നടത്തുമ്പോ നീ മാട്ടയുടെ നോട്ടീസ് വായിക്കല്ലേ? അല്ല, ഞാൻ മന്ദാകിനിയോട് എന്തായാലും കാര്യങ്ങൾ ഞാൻ പിന്നെ ഇരിക്കണത്. ഞാൻ 3 മണിക്കൊന്നും ഇരിക്കണം മന്ദാകിനിയൊക്കെ. എനിക്ക് കാണാവൂലടാ. എന്ത് അവരെന്ത് എന്നെ കണ്ടാലല്ലേ എപ്പോഴും നോക്കണം വെച്ചിരിക്കണൊക്കെ. നിങ്ങൾ കല്യാണം കഴിച്ചൊരു ഭാര്യയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നാണമില്ലേ? അതിലൊന്നും കാര്യമൊന്നുമില്ലടാ. ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് 2 പിള്ളേരുണ്ട്, അങ്ങേരെ കല്യാണം ആവാറായി. എടാ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ ഈ പെണ്ണും പെടക്കോടിയില്ലാതെ ഇങ്ങനെ നടക്കാൻ ഞാൻ നോക്കട്ടെ. ആവള നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മന്ദാകിനി എന്നെല്ലടാ എപ്പോഴും നോക്കണത്. നമ്മൾ 3 പേരും വിളിക്കുമ്പോ ആരെയാ അവളെ നോക്കിച്ചിരിക്കണത്? എന്നെ നോക്കിയല്ലേ ചിരിക്കണം. പക്ഷെ എന്നെ നോക്കിയാണ് തലയാട്ടണത്. എന്നെ നോക്കിയിട്ടേ ഹായിന്ന് കാണിക്കും. ആണോ? ഇന്ന് കാണാല്ലേ നമുക്ക്. ഇന്ന് എന്തായാലും ഞാൻ അവളോട് കാര്യം തുറന്നു പറയും. എനിക്ക് പറയണം. പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം. ഒരു 8 മണിയായപ്പോ നിങ്ങളെ വീടിന്റെ തൊഴിൽ വന്നപ്പോ അവിടെ എന്തോന്നൊരു ബഹളം. അത് ആഹാരം കഴിച്ചപ്പോ കൈ കയറി പിടിച്ചു. നമ്മള് പല വിഷയങ്ങളും നമ്മള് എന്റെ അളിയനും ഭാര്യയും അമ്മായിച്ചനും കൂടെ കൈ കയറി പിടിച്ചു. സ്വാഭാവികം. അത് മോശമാണ്. എന്തിനു കൈ കയറി പിടിച്ച്? കാര്യം പറ. ഞാൻ കൊച്ചിന്റെ ബിസ്ക്കറ്റ് കട്ട് തിന്നു. അത് കുഴപ്പമില്ലോ. കൊച്ചിന്റെ ഒരു ബിസ്ക്കറ്റ് എടുത്താണ് വിഷയം. ഒന്നല്ല, പിന്നെ ഞാൻ പാട്ടല് ലാസ്റ്റ് ബിസ്ക്കറ്റും കൂടെ എടുത്തു. അപ്പൊ ഒരെണ്ണമെങ്കിലും കൊച്ചിന് വെക്കടാന്ന് പറഞ്ഞ് കയറി പിടിച്ചാ. എന്നാ കാര്യം? ഇത് വേറെ കേസുണ്ടാ? നാണാവൂലേ? ഞാൻ എന്റെ വൈഫിന്റെ വീട്ടിൽ കിടക്കണാണ്. 86 വയസ്സുണ്ട് ആ മനുഷ്യന്, അമ്മായിച്ചിന്. എന്തായാലും പണിക്ക് പോയിട്ട് ഞാൻ ആ വീട്ടിൽ കിടക്കണാണ്. നമുക്കൊരു ചെലവിന് തന്നാൽ എന്താണ്? അമ്മായിച്ചിന്. അമ്മായിച്ചൻ പണിക്ക് പോകണം. പിന്നെ പോവില്ല. അമ്മ അവിടെ കിടക്കണല്ലേടാ. മര്യാദയില്ലാത്ത ആൾക്കാരാണ്. എനിക്ക് ചില സമയത്ത് ഉഷയുടെ കേസ് അതാണ്. ഞാൻ എനിക്ക് മന്ദാകിനി പൊന്നിൻ കാണിക്കൊന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിലോ കുളിരുമാ വിരിയും മുഖമിനി മഷിതൊടാമിഴയിലോ. എന്താ സംഭവം? ഒരാളെ വിളിച്ചോണ്ട്. എന്തിനാടാ ജീവിക്കണത്? കത്തുകൂടെ? ചില നാറുകളല്ലേലും അങ്ങനെ തന്നെടാ. എത്ര പൈസ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയെ മേടിക്കും. പൊന്നിൻ കാണിക്കൊന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിലോ. രണ്ടുപേരെ കൊണ്ടുപോയി. എന്താ സംഭവിക്കുന്നത് നോക്കാം. വിഷമല്ലോ കിട്ടി അങ്ങ് ചത്ത് കളയായിരുന്നു. വണ്ണം കുറയ്ക്കാൻ പണ്ടേ ആൾക്കാർ പറഞ്ഞാണ്, കേട്ടില്ലല്ലോ. പൊന്നിൻ കാണിക്കൊന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിലോ കുളിരുമാ. കലിങ്ക് ഫ്രീ ആയല്ലോ. കലിങ്ക് ഫ്രീ ആയി. ഇതെനിക്ക് തോന്നുന്നു കലിങ്കിൽ എന്തോ മാജിക് ഉണ്ട്. കലിങ്കില്ല? അവിടെ ഇരുന്നാലാണ് വിളിക്കുക. അവിടെ ഇരുന്നാലേ വിളിക്കുള്ളൂ. അല്ല, ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് കഴിഞ്ഞു. നിങ്ങളായാലും ഒരാൾ പോയി ഇരുന്നു. എന്താ സംഭവം എന്ന് അറിയണമല്ലോ. ശരി, ഞാൻ പോവാം. അല്ലളിയാ, നീ പോയാൽ ചിലപ്പം നിന്റെ ഇമ്പോർട്ടൻസ് മറന്നു പോകും. കാരണം എന്തിന് അവരെ കൊണ്ടുപോയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എനിക്കാണെങ്കിൽ ഈ കുറ്റാന്വേഷണ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് അത് പരിചയമുണ്ട്. ഞാൻ ഉറപ്പായിട്ട് ആരാണ് എന്താണ് കാണാലോ, അറിയണല്ലോ എന്താണ് സംഭവം. ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിട്ട് വരും. മന്ദാകിനി ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിലോ കുളിരുമാ വിരിയും. മണിക്കുട്ടി ബ്രോ, എന്റെ കാര്യം പറ. എന്ത് അല്ലേ ഈ പുള്ളി എന്തൊരു വൃത്തിയായിട്ടാണ് പോയിരിക്കുന്നു. അല്ല പുള്ളിയെ എന്തായാലും എന്തായിരിക്കും അവിടെ സംഭവം.
ഡോളി, ഡോളി. ചേച്ചിയെ പൂച്ചല്ലേ ഇത്? ഓടി, ഓടി. അതെ എന്താ പറ്റിയ? അതെ ചേട്ടാ, ഇത് എന്റെ അപ്പൂപ്പനാണേ. അപ്പൂപ്പന് വലിവ് കൂടി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോവാ. നിങ്ങൾ ആദ്യം കണ്ടില്ലേ ഞാൻ ഈ ചേട്ടനെ വന്ന് വിളിച്ചത്? ഈ ചേട്ടൻ വന്നിട്ട് എന്റെ അപ്പൂപ്പനെ പൊക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു ഒരാളെ കൂടെ വിളിച്ചിട്ട് വരാൻ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ചേട്ടനെ വിളിച്ചത്. ഈ ചേട്ടൻ വന്നിട്ട് എന്റെ അപ്പൂപ്പന്റെ ഇവിടെ പോലും ഒന്ന് പൊക്കാൻ പറ്റില്ല. അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞ് മറ്റേ ചേട്ടനെ കൂടെ വിളിച്ചിട്ട് വരാൻ. ഈ ചേട്ടൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ട് പൊക്കുമായിരിക്കുമെന്ന്. പക്ഷെ പൊക്കിയില്ല. അവസാനം ഇവര് മൂന്നുപേരോട് പറഞ്ഞ് ഒരാളെ കൂടെ വിളിച്ചോണ്ട് വരാൻ. അങ്ങനെയാ ഞാൻ ഈ ചേട്ടനെ വിളിച്ചത്. ഈ ചേട്ടൻ വന്നപ്പോ കാര്യം ഓക്കെ ആയി. മറിവ് ഭയങ്കര നീ പറഞ്ഞ നിർത്തിക്കേ. നിങ്ങൾക്കൊരു സംശയം തോന്നും ഞാൻ എന്താ നേരത്തെ അങ്ങനെ വന്ന് വിളിച്ചതെന്ന്. ഞാൻ അങ്ങനെ വിളിച്ചാലേ ഇവന്മാരൊക്കെ വരുത്തുള്ളൂ. അതുകൊണ്ടാ. പോട്ടെ. പ്രാർത്ഥിക്കണം എന്റെ അപ്പൂപ്പന് വേണ്ടിട്ട്. അതെ. ചേട്ടന്മാരാ